വിദ്യാലയങ്ങൾ കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമാകേണ്ട ഇടമാണ്. പക്ഷേ മലമ്പുഴയിലെ സ്കൂളിൽ നടന്നത് മറ്റൊന്നാണ്. പീഡനത്തിനിരയായത് ഒരു വിദ്യാർത്ഥി, പിടികൂടിയതാകട്ടെ ഒരു അധ്യാപകനെയും. എന്നാൽ ഈ സംഭവത്തിൽ യഥാർത്ഥ പ്രതികൾ ആരാണ്? കുറ്റകൃത്യം മറച്ചുവെച്ച് കുറ്റവാളിയെ രക്ഷിക്കാൻ ശ്രമിച്ച വിദ്യാലയ അധികൃതർ കൂടിയല്ലേ? 10ാം ക്ലാസ് വിദ്യാർത്ഥി ക്രൂരതയ്ക്കിരയായ മലമ്പുഴയിലെ ആ സ്കൂളിൽ സംഭവിച്ചതെന്താണ്? നോക്കാം. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ എല്ലാമായി എന്നൊരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ പണ്ടേയുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം മാത്രം തിരിച്ചറിവുണ്ടാകില്ലെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് അടുത്തിടെ ഉണ്ടായത്. വിദ്യാലയങ്ങൾ കുട്ടികളുടെ രണ്ടാം വീടെന്നാണ് വിശ്വാസം. വീട്ടിലെ അതേ സുരക്ഷിതത്വം സ്കൂളിലും കിട്ടണം. ആ വിശ്വാസത്തിലാണ് രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. എന്നാൽ അതല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. പാലക്കാട് അധ്യാപകൻ വിദ്യാർത്ഥിയെ മദ്യം നൽകിയാണ് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. ഇക്കഴിഞ്ഞ നവംബർ 29-നാണ് സംഭവം. സംസ്കൃത അധ്യാപകനായ കൊല്ലംകോട് സ്വദേശി അനിലാണ് പ്രതി. സ്കൂൾ കായിക മത്സരത്തിന് മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് അധ്യാപകൻ വിരുന്നൊരുക്കിയിരുന്നു. ഇതിനെത്താതിരുന്ന ഈ കുട്ടിയെ തന്റെ വാടക വീട്ടിലേക്ക് അധ്യാപകൻ വിളിച്ചു വരുത്തി. തുടർന്ന് കുട്ടിക്ക് മദ്യം നൽകി പീഡിപ്പിച്ചു. SSC വിഭാഗത്തിൽപ്പെട്ട 12 വയസ്സുകാരനാണ് പീഡനത്തിന് ഇരയായത്. സ്കൂൾ അധികൃതർ ഈ കാര്യം അറിഞ്ഞിട്ടും പോലീസിൽ അറിയിച്ചില്ല. കുട്ടി ഇക്കാര്യം തന്റെ സഹപാഠിയോട് പറഞ്ഞതോടെയാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത്. ഇതോടെ അനിൽ രാജിവെച്ചു. താൻ സ്വമേധയാ രാജിവെച്ചതല്ലെന്നും നിർബന്ധിച്ച് രാജിവയ്പ്പിച്ചതാണെന്നും അധ്യാപകൻ പിന്നീട് പറഞ്ഞു. തുടർന്നാണ് AEO സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയത്. സംഭവം പോലീസിലും ചൈൽഡ് ലൈനിലും റിപ്പോർട്ട് ചെയ്യാതെ വീഴ്ച വരുത്തിയ സ്കൂൾ മാനേജറെ അയോഗ്യനാക്കണമെന്ന് AEO വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് ശുപാർശ നൽകി. സംഭവം കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്തതിനെതിരെ സ്കൂളിലെ പ്രധാന അധ്യാപിക, ക്ലാസ് ടീച്ചർ എന്നിവരോട് വിശദീകരണം ആവശ്യപ്പെട്ടു. 3 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നും തൃപ്തികരമല്ലെങ്കിൽ ഇവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും AEO പറഞ്ഞു. പിന്നാലെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പോക്സോ വകുപ്പിന് പുറമെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആധുനിക നിയമ സന്ദർഭങ്ങളിൽ കുട്ടികളോടോ സ്ത്രീകളോടോ നടത്തുന്ന ലൈംഗിക പീഡനവും പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനവും നിയമവിരുദ്ധമാണ്. പക്ഷേ വേണ്ട രീതിയിലല്ല ആ നിയമം ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. കുറ്റം ചെയ്യുന്നതിന് മുന്നേ ഓർക്കുക, നമുക്കും കുട്ടികളുണ്ട്. നമ്മളും ഒരു കാലത്ത് കുട്ടികളായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.